ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് പോകുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തായിരുന്നുവോ ലക്ഷ്യം? ആ ലക്ഷ്യം നടന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു എന്ന് വേണം കരുതാൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായാണ് കന്യാകുമാരിയിൽ വ്യാഴാഴ്ച എത്തുന്നത്. 3 ദിവസത്തോളം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. 7ാം ഘട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ 1 വരെ അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരിഗണിച്ച് കന്യാകുമാരിയിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മോദിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ വിജയത്തിലേക്ക് വഴിവെക്കുന്നു എന്ന് വേണം കരുതാൻ. ധ്യാനമിരിക്കാൻ മോദി വ്യാഴാഴ്ചത്തെ പ്രചാരണം കഴിഞ്ഞ് കന്യാകുമാരിയിലേക്ക് എത്തും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു നിർണായകമായ ധ്യാനത്തിനായി ഉത്തരാഖണ്ഡ് കേദാർനാഥിൽ എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു BJPയുടെ രണ്ടാമത്തെ വൻ വിജയം. അന്ന് 17 മണിക്കൂറോളമാണ് കേദാർനാഥിലെ ധ്യാന ഗുഹയിൽ നരേന്ദ്രമോദി ചിലവഴിച്ചത്. കേദാർനാഥിലെ 17 മണിക്കൂറത്തെ ധ്യാനം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് പിന്നീടുണ്ടായത് ചരിത്രമായിരുന്നു. BJPയുടെ ചരിത്ര നേട്ടത്തോടെയുള്ള വിജയം. അത്തരത്തിൽ ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. 6ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി മുന്നിലുള്ളത് കേവലം ഒരു ഘട്ടം കൂടി മാത്രം. 7ാം ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ 400 സീറ്റുകൾ എന്ന BJPയുടെ ലക്ഷ്യം കൈവരിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. വീണ്ടും പരാജയത്തിന്റെ കൈപ്പറയുന്നതോടെ രാഹുൽ തന്റെ അവധിക്കാലം ആഘോഷിക്കാനായി വിദേശത്തേക്കും അഖിലേഷ് പാട്ടുകൾ പാടി നടക്കേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നു. വാരണാസിയിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നത്. ആരൊക്കെ അദ്ദേഹത്തിന്റെ എതിരാളികളായി എത്തിയാലും പ്രധാനമന്ത്രിയായി മോദി തന്നെ വരുമെന്ന് തന്നെയാണ് കാശിനാഥന്റെ തീരുമാനം. മോദി സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്ത് വികസനമാണ് രാജ്യത്തുണ്ടായതെന്നും ഗിരിരാജ് വിമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമാണ് രാജ്യത്ത് ചർച്ചയാകുന്നത്. ജനങ്ങൾ രാജ്യത്തിന്റെ വികസനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാലഹരണപ്പെട്ട ചിന്താഗതികളെ അവർ അകറ്റി നിർത്തുമെന്നും ഗിരിരാജ് സിംഗ് പറയുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ നിർണായകമായ നീക്കം എല്ലാ രീതിയിലും വലിയ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നതോടുകൂടി 7ാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും പിന്നീട് BJPയുടെ അടുത്ത ചരിത്രഫലത്തിനായി കാത്തിരിക്കുകയാണ് ജനം.